ഹായ് നമസ്കാരം. നമ്മുടെ വ്യൂവേഴ്സിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും തന്നെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പിനടുത്തായി 1500 സ്ക്വയർ ഫീറ്റ് വീടും 23 സെൻറ്റ് പട്ടയത്തോടു കൂടിയ സ്ഥലവുമാണ്. ഇതുകൂടാതെ തന്നെ ഈ വീട് ശരിക്കും പറഞ്ഞാൽ 3 ബെഡ്റൂമുകളുള്ള 2 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, 2 കോമൺ ബാത്റൂമുകൾ, അങ്ങനെ എല്ലാ സവിശേഷതകളുള്ള ഒരു അടിപൊളി വീടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടേജ് അത്യാവശ്യം മുറ്റം 2-3-4 വണ്ടികളൊക്കെ കിടക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാർ പോർച്ചുണ്ട്. ഇതുകൂടാതെ തന്നെ മുറ്റം ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ്. വാഴത്തോപ്പ് ശരിക്കും പറഞ്ഞാൽ വാഴത്തോപ്പ് ടൗണിൽ നിന്നും 2 കിലോമീറ്ററാണ് ഈ വസ്തുവിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ സ്കൂൾ, ഹോസ്പിറ്റൽ മുതലായ എല്ലാ സൗകര്യങ്ങളും, ആരാധനാലയങ്ങൾ മുതലായ എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുവിനെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുറ്റമൊക്കെ ആണെങ്കിൽ പോലും നല്ല ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ റോഡ് സൈഡിലായിട്ട് തന്നെയാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത്. കോമ്പൗണ്ട് വാളൊക്കെ അടിച്ച് നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലിയർ കണ്ടീഷനിലുള്ള ഒരു അടിപൊളി വീടാണ്. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ വാഴത്തോപ്പ് നിന്നും 2 കിലോമീറ്റർ മാറിയാണ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഈ വീട്ടിൽ നിന്നും ചെറുതോണിയിലേക്കും 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ 23 സെൻറ്റ് പട്ടയ സ്ഥലമാണ്. വീടിൻ്റെ ബാക്കിലേക്കും കുറച്ച് സ്ഥലമുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ വർക്ക് ഏരിയ, കിച്ചൺ വർക്ക് ഏരിയയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലിയർ കണ്ടീഷനിലുള്ളതാണ്. ഇത് കൂടാതെ തന്നെ നമ്മളിപ്പോൾ കണ്ട പോലെ വർക്ക് ഏരിയയിൽ നിന്ന് നേരെ നമുക്ക് കിച്ചൺ കാണാൻ സാധിക്കും. കിച്ചണിലാണെങ്കിൽ പോലും കബോർഡുകളും മറ്റനുബന്ധമായ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 3 വർഷം പഴക്കമുള്ള വീടാണ്. എന്നിരുന്നാൽ പോലും സൗകര്യങ്ങൾക്കോ മറ്റ് സവിശേഷതകൾക്കോ ഒന്നും ഒരു പരിമിതികളും കൊടുക്കാത്ത രീതിയിൽ നല്ല നിർമ്മാണ നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. സെയിലിനായിട്ടുള്ള, അതായത് പണി കഴിപ്പിച്ച് സെയിൽ ചെയ്യുന്ന ഒരു രീതിയിലുള്ള വീടല്ല. നിലവിൽ ഇതിൻ്റെ ഓണറും അവരുടെ ഫാമിലിയും താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. ചെറിയ ജോലിയുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിലവിൽ അവർ ഇവിടുന്ന് മാറുന്നതാണ്, ഇപ്പോൾ സെയിൽ ചെയ്യുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഈ വീട്ടിൽ നമുക്ക് ഒരു 3 കിലോ വാട്ടിൻ്റെ സോളാറ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സാഹചര്യം നമ്മുടെ ആളുകൾക്കൊക്കെ അറിയാമല്ലോ. ശരിക്കും പറഞ്ഞാൽ കറണ്ടിനൊക്കെ ശരിക്കും ഭയങ്കരമായിട്ടും ക്ഷാമം, അതായത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ കണ്ടീഷൻ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ എനർജി മേഖലകളിൽ ശരിക്കും പ്രശ്നമുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവിടെ ഒരു 3 കിലോ വാട്ടിൻ്റെ സോളാറ്, അതായത് വൈദ്യുതിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 3 കിലോ വാട്ടിൻ്റെ സോളാർ ഈ വസ്തുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനോടനുബന്ധമായ ഇലക്ട്രിക്കലി അനുബന്ധമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ വീടിൻ്റെ റൂഫ് ടോപ്പാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവിടെ ഒരു ചെറിയ, അതായത് മുകളിലേക്ക് പണിയാന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പം മുകളിൽ നിലവിലൊന്നും ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. ബാക്ക് സൈഡിലേക്ക് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ ബാക്കിലേക്ക്, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 23 സെൻറ്റ് പട്ടയ സ്ഥലത്തിൻ്റെ ബാലൻസ് സ്ഥലം എന്ന് പറയുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് വരുന്നത്. ബാക്ക് സൈഡിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചെറിയ അടുക്കളത്തോട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചെറിയ കൃഷികൾ, അതായത് അടുക്കളയിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾ നട്ട് പിടിപ്പിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഫാമിലിയിൽ അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അത്യാവശ്യം വീതി, വിസ്താരം എല്ലാം ഉള്ള ഒരു അടിപൊളി വസ്തുവാണ്. 1500 സ്ക്വയർ ഫീറ്റും അത് മാക്സിമം നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. ചില വീടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും, സ്ക്വയർ ഫീറ്റ് ചിലപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതിൻ്റെ സൈസ്, ഇത് ബെഡ്റൂമിന് സൈസ് കുറവാണല്ലോ, അല്ലെങ്കിൽ അനുബന്ധമായി മറ്റ് സൗകര്യങ്ങൾ കുറവാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് ഇവിടെ 1500 സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും മനോഹരമായിട്ട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ നിലവാരത്തെക്കുറിച്ച് ഞാനിപ്പോഴും പറയുന്നുണ്ട്, എന്നിരുന്നാലും ഒന്നുകൂടെ പറയാണ്. ടൈൽ വർക്കുകൾ, പെയിൻറ്റിങ് വർക്കുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ കണ്ടീഷനിലാണ് കിടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വരാം, നേരിട്ട് കാണാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. ഹാളിലൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2 അറ്റാച്ച്ഡ് ബാത്റൂമുകളാണുള്ളത്. 2 ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇത് കൂടാതെ തന്നെ അകത്തൊരു കോമൺ ബാത്റൂമും വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഔട്ട് സൈഡിൽ ഒരു കോമൺ ബാത്റൂമുണ്ട്. അപ്പം ടോട്ടൽ 4 ബാത്റൂമുകളുണ്ട്.
ഒരെണ്ണം ഔട്ട് സൈഡും ഒരെണ്ണം അകത്ത് കോമണും ബാക്കി 2 ബെഡ്റൂമുകൾക്കായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെ സൗകര്യങ്ങൾ അനുബന്ധമായ ബാക്കി കാര്യങ്ങളൊക്കെ പക്കയായിട്ട് തന്നെയുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടേജിൽ ഇവിടുത്തെ കുട്ടികൾ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ ചിത്രപ്പണികളൊക്കെ കാണാൻ സാധിക്കും. ചില ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല അടിപൊളിയൊക്കെയാണ് കൊണ്ടു നടക്കുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെറിയ ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരിവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് 2 പ്രോപ്പർട്ടി നോക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ഇത്ര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 1500 സ്ക്വയർ ഫീറ്റാണ്, ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. 1500 സ്ക്വയർ ഫീറ്റാണ് വീട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതോണിയിലേക്കും വാഴത്തോപ്പിലേക്കും നിസ്സാര ദൂരങ്ങളേ ഉള്ളൂ. ചെറുതോണിയിലേക്ക് 5 കിലോമീറ്ററും വാഴത്തോപ്പിലേക്ക് 2 കിലോമീറ്ററും ആയതുകൊണ്ടൊക്കെയുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ പോലും ചെറുതോണി വരെ പോയാൽ മതി, അല്ലെങ്കിൽ വാഴത്തോപ്പ് പോയാൽ മതി. തടിയമ്പാട് ഇതെല്ലാം അടുത്തടുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ്. തടിയമ്പാട്, വാഴത്തോപ്പ്, ചെറുതോണി. ഇതുകൂടാതെ തന്നെ ഇതിനടുത്തായിട്ട് കത്തീഡ്രൽ പള്ളിയുണ്ട്. ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുള്ളൂ. അതുകൂടാതെ തന്നെ മുസ്ലിം പള്ളിയുണ്ട്, അമ്പലമുണ്ട്. അങ്ങനെ ആരാധനാലയങ്ങളെല്ലാം തന്നെ ഇതിനടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വീടിൻ്റെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ബസ് സൗകര്യം, വഴി സൗകര്യം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉള്ള ഒരു അടിപൊളി ബസ്സാണ്. ചില ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ടൗണിൽ താമസിക്കണം, എന്നിരുന്നാൽ പോലും ഈ ബഹളം, ശല്യം ഒന്നും നമ്മളെ അഫക്റ്റും ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കണം, എന്നാൽ ടൗണിൻ്റേതായ ശല്യങ്ങളൊന്നും ബാധിക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണിത്. അപ്പം സൗകര്യങ്ങൾ കൊണ്ടും മറ്റനുബന്ധമായ ബാക്കി കാര്യങ്ങൾ കൊണ്ടും മുറ്റം പിറക്കി ചുറ്റുള്ള സ്പേസുകൾ കൊണ്ടും എന്ത് കാര്യം കൊണ്ടും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇനി വസ്തുവിലെ ജലസേചനം എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അടിപൊളി കിണറുണ്ട്. അപ്പം ഏത് വേനൽക്കാലത്തും ഒരിക്കലും പറ്റാത്ത ജലസേചനവും, അതായത് വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും ഈ വസ്തുവിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ വിലഭാഗത്തിലേക്ക് നമുക്ക് കടന്നാൽ പട്ടയത്തോടു കൂടി 23 സെൻറ്റ് സ്ഥലത്തിനും 1500 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന ഒരു അടിപൊളി വീടിനും വിത്ത് 3 കിലോവാട്ട് സോളാർ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള ഈ വീടിന് നിലവിൽ ആവശ്യപ്പെടുന്ന തുക എന്ന് പറയുന്നത് 60 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വസ്തു ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 60 ലക്ഷം ഒന്നും പോരാ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പേപ്പർ ഭാഗങ്ങളും മറ്റനുബന്ധമായ കാര്യങ്ങളൊക്കെ എല്ലാം പക്കാ ക്ലിയറാണ്. അപ്പം ഈ വസ്തുവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസുകളോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും.